പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് MG കണ്ണൻ അന്തരിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? എന്താണ് നൽകാവുന്ന വിവരങ്ങൾ? സ്മൃതി, ഇന്ന് 11:30 കൂടിയാണ് പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് MG കണ്ണന്റെ മരണം സ്ഥിരീകരിച്ചത്. ഇന്നലെ പക്ഷാഘാതത്തെ തുടർന്ന് MG കണ്ണനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അദ്ദേഹം ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് വെന്റിലേറ്ററിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരുന്നു. അല്പസമയം മുമ്പ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഇവിടേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പോരാട്ടം UDF വേണ്ടി കാഴ്ചവെച്ച ഒരു യുവ നേതാവ് കൂടിയായിരുന്നു MG കണ്ണൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനോട് കേവലം 3000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് MG കണ്ണൻ പരാജയപ്പെട്ടത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ മണ്ഡലത്തിൽ തന്നെ UDF MG കണ്ണനെ മത്സരിപ്പിക്കുമെന്നൊരു സൂചന വന്നിരുന്നു. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലൊക്കെ MG കണ്ണൻ ഏർപ്പെടുകയും ചെയ്തിരുന്നു. 2 തവണ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു MG കണ്ണൻ. DCC വൈസ് പ്രസിഡന്റ് ആയിരുന്നു. മുൻ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ടയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു MG കണ്ണൻ. നാളെ വൈകിട്ട് 5 മണിക്ക് ചെന്നീർക്കരയിലെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. നാളെ രാവിലെ ഇവിടെ നിന്നും വിലാപയാത്രയായി ഭൗതികദേഹം അടൂരിലേക്ക് എത്തിക്കും. അവിടെ പൊതുദർശനം ഉണ്ടായിരിക്കും. പിന്നീട് പത്തനംതിട്ട DCC ഓഫീസിലും പൊതുദർശനം ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഭൗതിക ശരീരം ചെന്നീർക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കുക. അല്പസമയം മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. സ്മൃതി. ശരി പ്രവീൺ.